അപ്പോൾ നമ്മൾ വിൽസൺസ് തിയറത്തിൻ്റെ എന്താണ് സ്റ്റേറ്റ്മെൻറ്റും കണ്ടു, പ്രൂഫും കണ്ടു അല്ലേ. അപ്പോൾ പ്രൂഫ് മനസ്സിലാകാത്തവർ ഈ ഒരു എക്സാമ്പിൾ കണ്ടതിന് ശേഷം പ്രൂഫിലേക്ക് പോവുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു പ്രൂഫിൽ ഇത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? P-1 കോൺഗ്രുവൻറ്റ് ടു -1 mod P അല്ലേ. അതിൽ നമുക്ക് പിക്ക് പകരം നമുക്ക് 11 എന്നൊരു എക്സാമ്പിൾ കൊടുക്കാം. ഓക്കെ, സോ വെൻ P is equal to 11, P-1 എന്താ? 10 ഫാക്ടോറിയൽ. 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 തുടങ്ങി 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ്. അപ്പോൾ ഇത്രയും നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് വെൻ ഡിവൈഡഡ് ബൈ 11 -1 നമുക്ക് എന്ത് കിട്ടണം? റിമൈൻഡർ ആയിട്ട് കിട്ടണം. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ പ്രോഡക്റ്റ് വെൻ ഡിവൈഡഡ് ബൈ 11 ഷുഡ് ഗിവ് യു -1 ആസ് ദി റിമൈൻഡർ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂഫിലേക്ക് പോവാം. അപ്പോൾ പ്രൂഫിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? നമ്മുടെ 1 എന്ന നമ്പറിനെയും P-1 എന്ന നമ്പറിനെയും നമ്മൾ മാറ്റി നിർത്തുക. ഓക്കെ, 1 എന്ന നമ്പറിനെയും ഇവിടെ P-1 ഏതാണ്? 11 - 1 10. ഓക്കെ, അപ്പോൾ 1 എന്ന നമ്പറിനെയും 10 എന്ന നമ്പറിനെയും മാറ്റി നിർത്തുക. ബാക്കി നമുക്കൊരു P-3 എലമെൻറ്റ്സ് ഉണ്ടാവില്ലേ, എന്ന് വെച്ചാൽ 11 - 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 8 എലമെൻറ്റ്സ്. ബാക്കി ഈ 8 എലമെൻറ്റ്സ് ഉണ്ടല്ലോ, ഈ 8 എലമെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? പെയേഴ്സായിട്ട് അറേഞ്ച് ചെയ്യണം. എന്ന് വെച്ചാൽ പെയേഴ്സായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ 2 നമ്പറിനെ ഒരു പെയറാക്കി അറേഞ്ച് ചെയ്തു. ഇവിടെ അത് പോസിബിൾ അല്ല. 6 വെൻ മോഡുലോ വിത്ത് 11 ചെയ്യുമ്പോൾ നമുക്ക് 1 റിമൈൻഡർ കിട്ടില്ലല്ലോ. പക്ഷേ നമ്മൾ ഈ 3യെയും 4നെയും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെയറാക്കി കഴിഞ്ഞാൽ 12 കിട്ടുമല്ലോ. 3 × 4. ആ 12 വെൻ ഡിവൈഡഡ് ബൈ 11 നമുക്ക് എന്ത് കിട്ടും? 1 റിമൈൻഡർ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ഈ പെയേഴ്സിനെ അറേഞ്ച് ചെയ്യുക. അതായത് നോക്കൂ, 2 × 6, 3 × 4. അതായത് നമ്മുടെ ഈ 1ഉം 10ഉം നമ്മൾ മാറ്റി നിർത്തുക. ബാക്കി അത്രയും നമ്പേഴ്സ് ഉണ്ടല്ലോ, അതായത് P-3 എലമെൻറ്റ്സ് പ്രൂഫിൽ പറയുന്നുണ്ട്. P-3 എലമെൻറ്റ്സിനെ നമ്മൾ പെയറാക്കി മാറ്റുക. ആ പെയർ വെൻ ഡിവൈഡഡ് ബൈ 11 എന്താ കിട്ടണം? 1 മോഡുലോ കിട്ടണം. ഓക്കെ, അപ്പോൾ 1, അപ്പോൾ ഇവിടെ എല്ലാം എന്താണ്? 1 കിട്ടും. ബാക്കി 10 മാത്രം ബാക്കി. അപ്പോൾ 10 വെൻ ഡിവൈഡഡ് ബൈ 11 എന്താണ് ആൻസർ? -1 ആണല്ലേ. സോ P-1 ഫാക്ടോറിയൽ, ഈ -1 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് വരും? +1 കോൺഗ്രുവൻറ്റ് എന്താണ്? -1 mod P. ഓക്കെ, സോ 10 ഫാക്ടോറിയൽ +1 കോൺഗ്രുവൻറ്റ് ടു -1 mod 11. അപ്പോൾ വെൻ P is equal to 11 നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായി? പ്രൂവ് ആയല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ എക്സാമ്പിൾ.